ഏഴിക്കര പഞ്ചായത്ത് നന്ദ്യാട്ടുകുന്നം ഗവൺമെന്റ് LP സ്കൂളിന്റെ 110ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് എടുത്തു പറയുന്നത് ഞങ്ങൾ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിലാണ്. നമുക്കറിയാം, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് ഏഴിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരൊക്കെ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഏഴിക്കര പഞ്ചായത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. പഞ്ചായത്തിന് സാമ്പത്തികമായിട്ട് വരുമാനം കിട്ടുന്നതും ഈ 2 വാർഡാണ്. വാർഡ് 5, 6, 4 വാർഡുകളാണ് ഇവിടെ. അപ്പൊ ഈ സ്കൂളിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ സ്കൂൾ മറ്റ് സ്കൂളിലെ അപേക്ഷിച്ച് ഇവിടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാന സ്കൂളുകൾ എത്രത്തോളം നല്ല രീതിയിൽ എത്തിയെന്നുള്ളത് ഇവിടെ പഠിക്കുന്ന കൊച്ചുമക്കളുടെ പാരന്റ്സിനും അവർക്കും അറിയാൻ പറ്റും. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായം വെച്ച് ഏറ്റവും നല്ല രീതിയിൽ പഞ്ചായത്ത് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന സമൂഹത്തിന് ഒരു ജനപ്രതിയോ ഞങ്ങളെ പോലുള്ളവർ കൊടുക്കുന്നത് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു വരണം എന്നുള്ള പ്രത്യേകത തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ MLA കൊണ്ടാണെങ്കിലും ഏതാണെങ്കിലും ഇപ്പൊ എടുത്തു പറയുന്നത് ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടെ എല്ലാ ഫണ്ടുകളാണെങ്കിലും എടുത്തു പറയേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ അവർക്ക് പണ്ടൊന്നും കാലത്തൊന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകളൊക്കെ അവർ നേരിട്ടെത്തിച്ചില്ല. പക്ഷെ അവർ ഇപ്പൊ അവരുടെ ഫണ്ടുകളും നേരിട്ടെത്തിക്കുന്ന രീതിയിലേക്ക് എത്തി കുറെ ഇടപെടലായിട്ട്. വാർഡ് മെമ്പർ ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്കൂളിനെ സംബന്ധിച്ച് 110ാമത്തെ വാർഷികാഘോഷമാണ് ഇനി നടക്കുന്നത്. നമ്മളിവിടെ 100ാമത്തെ വാർഷികാഘോഷത്തിനും എനിക്ക് പങ്കാളിയാകാൻ സാധിച്ചു. അന്ന് എൻ്റെ മോനോടെ പഠിക്കുന്ന ആ പരിപാടിയുടെ എല്ലാ പ്രവർത്തനവും ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആളുകളും അച്ഛന്മാരായിട്ടും അമ്മമാരായിട്ടും എല്ലാം ഇവിടെ പഠിച്ച് അവരുടെ കുട്ടികൾ നമ്മുടെ ഈ അടുത്തുള്ള ഈ വിദ്യാലയം നിലനിൽക്കണമെങ്കിൽ നമ്മളെ ഓരോരുത്തരും നമ്മുടെ എല്ലാവരും പങ്കോടുകൂടി ഇവിടെ പരമാവധി കുട്ടികളെ എത്തിക്കണം. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴേ തുടർന്ന് നമ്മൾ അടുത്ത അധ്യയനത്തേക്കുള്ള ആക്ടിവിറ്റി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് P. പത്മകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനു മുൻപുള്ള അവസ്ഥകളെല്ലാം നമുക്ക് വിലയിരുത്താൻ കുറേയധികം പഴയ ആൾക്കാരിന്ന് എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂൾ ആരംഭകാലം തുടങ്ങി ഈ സ്കൂളിൻ്റെ ഓരോ വളർച്ചയിലും ഭാഗമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് വളരെയേറെ ആൾക്കാരെ ഇവിടെ നിന്ന് പഠിച്ച് മിടുക്കന്മാരായ ഒരുപാട് പേരെടുത്ത് പറയത്തക്ക ആൾക്കാർ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട്. ഹെഡ് മിസ്ട്രസ് MA ലേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ ആലുവ വിദ്യാഭ്യാസ ജില്ലയിൽ നോർത്ത് പറവൂർ ഉപജില്ലയിൽ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ ചരിത്ര പ്രസിദ്ധമായ കാളികുളങ്ങര ക്ഷേത്രത്തിന്റെയും ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെയും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മാതൃകാ വിദ്യാലയമാണ് നമ്മുടെ ഗവൺമെന്റ് LP സ്കൂൾ നന്ദ്യാട്ടുകുന്നം. AEO SA ഷൈനാമോൾ പ്രത്യേകമായ യാതൊരു ശ്രദ്ധയും പുലർത്താതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സിനി ആർട്ടിസ്റ്റ് രാജേഷ് പറവൂർ. എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ തുരുത്തിപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു. 1 മുതൽ 4ാം ക്ലാസ് വരെ.
നൽകി. ആദ്യമായിട്ട് ഞാൻ മരിച്ചുപോയ വി.ഡി. രാജേന്ദ്രന്റെ കഥാപ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കലാജീവിതം സ്റ്റാർട്ട് ചെയ്തത്. പി.കെ. ശിവാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ, ബ്ലോക്ക് മെമ്പർ സി.എം. രാജഗോപാൽ, രമാദേവി ഉണ്ണികൃഷ്ണൻ, കെ.ഡി. വിൽസന്റ്, കെ.എസ്. പ്രേംജിത്ത്, കെ.കെ. സുധി, പി.കെ. രമാദേവി, എ.എസ്. ദിലീഷ്, നാടക അവാർഡ് ജേതാവ് സി.ബി. കൈതാരം, എൻ.എ. ശ്രീകുമാർ, ആർ. ഗീതു, പി.എസ്. പ്രശാന്ത്, ലീഡർ മാസ്റ്റർ കെ.എസ്. ആനന്ദ് എന്നിവർ സംസാരിച്ചു. പി.ടി.എ. പ്രസിഡന്റ് സി.പി. ജയകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറുകയുണ്ടായി. സി.ജെ. ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.